ആൻജിയോപ്ലാസ്റ്റി. എന്താണ് ആൻജിയോപ്ലാസ്റ്റി? മലയാളത്തിൽ പറയുകയാണെങ്കിൽ രക്തക്കുഴൽ പുനർനിർമ്മാണം. കേടുവന്ന രക്തക്കുഴലുകളെ സാധാരണ സ്ഥിതിയിലാക്കുന്ന ഒരു പ്രക്രിയയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ആൻജിയോപ്ലാസ്റ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊറോണറി ആൻജിയോപ്ലാസ്റ്റിയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസപേശികളിലേക്ക് പോകുന്ന രക്തക്കുഴലുകളെ പുനർനിർമ്മാണം നടത്തുന്ന ചികിത്സാവിധിയാണ് കൊറോണറി ആൻജിയോപ്ലാസ്റ്റി. മിക്കവാറും ചുരുങ്ങിയ രക്തക്കുഴലുകൾക്കോ അല്ലെങ്കിൽ അടഞ്ഞ രക്തക്കുഴലുകൾക്കാണ് ആൻജിയോപ്ലാസ്റ്റി ഗുണകരം. ആൻജിയോപ്ലാസ്റ്റി മൂലം നമുക്ക് ചുരുങ്ങിയ രക്തക്കുഴലുകളെ വികസിപ്പിച്ചെടുക്കാം. എങ്ങനെയാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്? ആദ്യം ആൻജിയോഗ്രാം ചെയ്തതിന് ശേഷമാണ് ആൻജിയോപ്ലാസ്റ്റിയിലേക്ക് പോകുന്നത്. ആൻജിയോപ്ലാസ്റ്റി നടത്തുന്നതിനായിട്ട് നമ്മൾ രക്തക്കുഴലിൽ കൂടെ ഒരു ചെറിയ ട്യൂബ്, കത്തീറ്റർ, കേട് സംഭവിച്ചിരിക്കുന്ന രക്തക്കുഴലിൻ്റെ ആരംഭത്തിൽ കൊണ്ടുവരുന്നു. ഈ കത്തീറ്ററിലൂടെ ഒരു ചെറിയ കമ്പി, വയർ, കേടുവന്ന രക്തക്കുഴലിൽ മുന്നോട്ട് കൊണ്ടുപോയി എവിടെയാണ് രക്തക്കുഴൽ ചുരുങ്ങിയിരിക്കുന്നത് അതിൽ നിന്ന് കടന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ കമ്പിയിലൂടെ ഒരു ചുരുങ്ങിയ ബലൂണുള്ള ഒരു കത്തീറ്റർ കൊണ്ടുവന്ന് ആ കത്തീറ്റർ ചുരുങ്ങിയ ഭാഗത്ത് വെച്ച്, കത്തീറ്ററിലെ ബലൂൺ ആ ചുരുങ്ങിയ ഭാഗത്ത് വെച്ച് ബലൂൺ വികസിപ്പിക്കുന്നു. അങ്ങനെ ബലൂൺ വികസിപ്പിക്കുമ്പോൾ ബലൂണിൻ്റെ വലിപ്പം അനുസരിച്ച് രക്തക്കുഴലുകൾ കുറച്ച് തുറന്നു കിട്ടും. എന്നാൽ അത് മാത്രം പോരാ, രക്തക്കുഴലിനെ സാധാരണ സ്ഥിതിയിലാക്കും. അത് നമുക്ക് അടുത്തതായി എന്താണ് ചെയ്യാവുന്നത്? അതിനാണ് സ്റ്റെൻറ്റ് എന്ന ചെറിയ ലോഹനിർമ്മിതമായ ഒരു സ്പ്രിങ് രക്തക്കുഴലിൽ വെച്ച് പിടിപ്പിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പ്രകാരം വികസിപ്പിച്ച രക്തക്കുഴലിലേക്ക് ചുരുങ്ങിയിരിക്കുന്നതായ സ്റ്റെൻറ്റ് കൊണ്ടുവരുന്നു. ഈ ചുരുങ്ങിയിരിക്കുന്നതായ സ്റ്റെൻറ്റ് ഒരു ബലൂണിൽ ചുറ്റിയിരിക്കുകയാണ്. ആ സ്റ്റെൻറ്റ് രക്തക്കുഴലിൽ ചുരുങ്ങിയ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ബലൂൺ വികസിപ്പിച്ച് സ്റ്റെൻറ്റിനെയും വികസിപ്പിക്കുന്നു. ഇപ്പോൾ ബലൂണും സ്റ്റെൻറ്റും വികസിച്ച് കഴിയുമ്പോൾ രക്തക്കുഴലുകൾ പൂർണ്ണമായിട്ട് വികസിച്ച് സാധാരണ സ്ഥിതിയിലാവുന്നു. ഇങ്ങനെ നമ്മൾ വികസിപ്പിച്ചതായ രക്തക്കുഴൽ അടഞ്ഞു പോകാതിരിക്കുന്നതിന് ആണ് പ്രധാനമായിട്ട് സ്റ്റെൻറ്റിൻ്റെ ഉപയോഗം. സ്റ്റെൻറ്റ് സ്ഥാപിച്ചതിന് ശേഷം ബലൂൺ ചുരുക്കി രക്തക്കുഴലിൽ നിന്ന് പുറത്തോട്ടെടുക്കുന്നു. അവിടെ നിൽക്കുന്നതായ സ്റ്റെൻറ്റ് രക്തക്കുഴലിനെ പൂർണ്ണമായി വികസിപ്പിച്ച് നിർത്തുന്നു. ഈ പ്രക്രിയയ്ക്കാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്.